ഇന്ന് സ്കൂളിൽ വിഭവസമർത്ഥമായി എല്ലാ കാര്യങ്ങളും, യൂണിഫോം ഫ്രീ, പാഠപുസ്തകം ഫ്രീ, യൂണിഫോം തയ്ക്കുന്നതിന് തുക ഫ്രീ, വിദ്യാഭ്യാസ സിലബസ് പരിഷ്കരണം, അങ്ങനെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ഹൈടെക് ആയി 50,000 ക്ലാസ് മുറികൾ മാറ്റിയത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ 28ാം സ്ഥാനം, കഴിഞ്ഞ 2.5 വർഷം മുമ്പ് വരെ 28ാം സ്ഥാനം. ആ 28ാം സ്ഥാനം 15-ൽ നിന്ന് പിന്നെ 1-ലേക്ക്. വേൾഡ് ട്രേഡ് സെന്റർ പോലും കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നത് പിണറായിസമാണെങ്കിൽ ആ പിണറായിസം ഈ കേരളത്തിലുണ്ട്. നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ച് പറയുന്നില്ലേ? ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞ് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരേ ഒരാളുള്ളൂ. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് എക്സാലോജി കമ്പനി തുടങ്ങി 2,72,00,000 രൂപ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങിയ വീണ തൈക്കണ്ടിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് നടത്തിയ ഒരേ ഒരു സംരംഭക. മറ്റൊരു മനുഷ്യനും പരഗതിയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല. അത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ സ്കൂൾ യൂണിഫോമിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. എന്റെ കൊച്ച് പൊതു വിദ്യാലയത്തിൽ പഠിക്കുന്ന എന്റെ 2 മക്കളും അവർക്ക് കഴിഞ്ഞ കൊല്ലം 2 യൂണിഫോം 2 സെറ്റ് വെച്ച് കൊടുക്കുമായിരുന്നു. ഈ കൊല്ലം 1 സെറ്റായി. എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? യൂണിഫോമിന്റെ എണ്ണം കുറയുന്നു. അതിന്റെ അർത്ഥം എന്താ? അത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. പാവപ്പെട്ട അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് ഉച്ചക്കഞ്ഞിക്ക് പണം ആർജിക്കുന്നത്, ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ പറഞ്ഞ സ്കൂളിന്റെ മേന്മ പറയുന്നു. ഈ പിണറായി വിജയന്റെ കാലത്തെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ 45 ലക്ഷം രൂപ ചെലവഴിച്ചില്ലേ? അതിന്റെ 1 ലക്ഷം രൂപ എടുത്ത് ഒരു സർക്കാർ സ്കൂളിന്റെ ഫ്ലോറിൽ അല്പം സിമന്റ് വാരി തേച്ചെങ്കിലേ ഒരു പാവം പിടിച്ച കുട്ടി ആ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കില്ലായിരുന്നു. നിങ്ങൾ ഈ വലിയ മേന്മയെ കുറിച്ച് പറയില്ലേ? പിണറായി വിജയന്റെ മണ്ഡലത്തിൽ 3 സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോയി. കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ കൊല്ലം 8 സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോയി. കണക്ക് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി കൊടുത്തൂടെ? ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ എവിടേക്കാണ് പോകുന്നത്? അവർ പച്ചക്കറി കടയിലേക്ക്, പലചരക്ക് കടയിലേക്ക്, മെഡിക്കൽ ഷോപ്പിലേക്കല്ലേ പോകുന്നത്? അവരാരും FD ഇടാൻ വേണ്ടിയിട്ടല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിയുടെ പേരിൽ 2,72,00,000 രൂപയുടെ മാസപ്പടി ഉറപ്പാക്കുന്ന ഒരു സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് 1,600 രൂപ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പരാജയം. അത് പിണറായിസമാണെന്ന് നിങ്ങൾ വാഴ്ത്തി പഠിക്കോ, ഞങ്ങൾ സമ്മതിക്കില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.